എല്ലാ പ്രേക്ഷകർക്കും പച്ചമുളകിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഡ്രം സ്റ്റിക് മസാലയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. എണ്ണ, 2 ഉള്ളി ചെറുതായി അരിഞ്ഞത്, തേങ്ങ ചെറിയ ഉള്ളി ചേർത്ത് അരച്ചു വെച്ചത്, കറിവേപ്പില, പുളിവെള്ളം, മല്ലിയില, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പച്ചമുളക്, മുളക് പൊടി, മുരിങ്ങക്കായ, മഞ്ഞൾപ്പൊടി, കടുക്, തക്കാളി ചെറുതായി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്. നമുക്ക് ഡ്രം സ്റ്റിക് മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് 2 മുരിങ്ങക്കായ അരിഞ്ഞു വെച്ചതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മുരിങ്ങക്കായ അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായി ഫ്രൈ ആയാൽ മതി. ഇതിന്റെ ഒരു പച്ച മണം മാറിക്കിട്ടിയാൽ നമുക്കിതൊന്ന് വാങ്ങി മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതിന്റെ ആ പച്ചമണം മാറിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഈ മുരിങ്ങക്കായ ഫ്രൈ ചെയ്യാൻ വെച്ച ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാൻ 2 ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ ആ പച്ചമണി മാറിക്കിട്ടിയാൽ മതി. ആ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോസ് ചേർക്കാം. ഈ ടൊമാറ്റോ നന്നായി ചെറുതായി അരിഞ്ഞതാണ്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കാം. നമുക്ക്
നമുക്കൊരൽപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. നമുക്കൊരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരൽപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇപ്പൊ നമ്മുടെ ഒരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഡ്രം സ്റ്റിക്ക് ചേർക്കാം. മുരിങ്ങാക്കായ്ക്ക് ഇനി അധികം വേവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ഒരൽപ്പം ഗരം മസാലപ്പൊടി ചേർക്കാം. ഏകദേശം നമ്മുടെ ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ ചേർക്കേണ്ടത്. ഇതിലേക്ക് നമുക്കൊരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ ഗ്രേവി തിളച്ചു വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരൽപ്പം കുരുമുളക് പൊടി ചേർക്കാം. ഒരൽപ്പം മല്ലിയില ചേർക്കാം. നമ്മുടെ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രം സ്റ്റിക് മസാല റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വറവ് ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. രുചികരമായ ഡ്രം സ്റ്റിക് മസാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടുവല്ലോ. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഇനി ഒരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ഒരു അതിഥിയോടൊപ്പം കാണാം.